ഇവിടെ അർച്ചനയുടെ മുന്നിൽ 2 പോരാളികൾ ഉണ്ടായിരുന്നു, ഡോക്ടർ അബ്ദുൽ ഖാദറും ഡോക്ടർ സന്ധ്യയും. എല്ലാ ആപത്തിൽ നിന്നും അർച്ചനെ രക്ഷിച്ചു പോന്നവർ. എന്നാൽ ഇപ്പോ അവരാരും മുന്നിലില്ല. ഒരാൾ മരിച്ചു, ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. അവള് തനിച്ച, പടകളെ നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വെപ്രാളം നിറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയിൽ ശക്തനായ പോരാളി എന്തു ചെയ്യും? എന്ത് ചെയ്യണം? തല വെട്ടിക്കളയണം. അതല്ലേ മേഡം ശരി? അതാണ് ശരി. പക്ഷേ നമ്മൾ അതല്ല ചെയ്യാൻ പോന്നെ. പൂച്ചയുടെ കയ്യിൽ കിട്ടിയ എലിയുടെ അവസ്ഥ അറിയില്ലേ? അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അവസാനം എലിക്ക് തോന്നും ഒന്ന് കൊന്നിരുന്നെങ്കിലെന്ന്. മനസ്സിലായോ നിനക്ക്? മാഡം വലിയ സംഭവം എന്തോ പ്ലാൻ ചെയ്യുന്നു മനസ്സിലായി. ഒറ്റയടിക്ക് അതെല്ലാം കൂടി കേട്ടാ എനിക്ക് തല ഇറങ്ങും. അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞട്ടെ. നിനക്ക് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ഇവനേത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. എനിക്കും എന്നോടും സ്നേഹമുള്ള ഒരാളാ. മേഡത്തിന്റെ ലൈനാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്റെ ജോലി ആ ഫോട്ടോയിലുള്ള ആളെ കണ്ടുപിടിക്കാന്നുള്ളതാ. കണ്ടുപിടിക്കാനോ? മേഡത്തിന് ഇഷ്ടമുള്ള ആളല്ലേ? അപ്പൊ പുള്ളിയുടെ നമ്പർ കാണില്ലേ? വിളിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചാ പോരെ? അത് പറ്റാത്ത ആളായതുകൊണ്ടാണല്ലോ മേഡം എന്നെ ഏൽപ്പിച്ചത്, അല്ലേ? കണ്ടുപിടിക്കാം മേഡം, എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും ഈ അജയൻ. ഇയാളെ കാണാതായിരിക്കുന്നത് മലമുകൾ എന്ന സ്ഥലത്തു നിന്നാ. നമ്മുടെ ആളുകളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അതിനെത്ര ആളുകളെ വേണേലും കൂടെ നിർത്താം. പണവും വിഷയമല്ല, പക്ഷേ കാര്യം നടക്കണം. നടന്നിരിക്കും. എന്റെ തലയിൽ അതിനുള്ള ചില ഐഡിയകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പറയട്ടെ? പറയേ. ഈ ഫോട്ടോയുമായി ഞാൻ നേരെ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഇയാളെ കാണുന്നില്ല എന്നൊരു പരാതി കൊടുക്കുന്നു. പിന്നെ നാളത്തെ എല്ലാ പത്രങ്ങളിലും ഇയാളുടെ ഫോട്ടോയും ഒരു കോളം വാർത്തയും. ഇയാളെ കണ്ടെത്തി തരുന്നവർക്ക് ഒരു 10,000 രൂപ സമ്മാനം കൂടി വാർത്തയിൽ എഴുതി ചേർത്താൽ ആളെ കണ്ടെത്താനാണോ പ്രയാസം? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇതൊക്കെ എനിക്ക് ചെയ്തൂടായിരുന്നോ? അതെ, അതന്നെ. പിന്നത്തെ മേഡം ചെയ്യാത്തത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് ഞാനും നീ മാത്രം അറിയുന്നൊരു ഡീലാ. ഈ ഫോട്ടോ മറ്റാരും കാണിക്കരുത്, പ്രത്യേകിച്ചും നെല്ലിശ്ശേരിയിലുള്ളവരെ. മനസ്സിലായോ? അപ്പൊ രഹസ്യ സ്വഭാവമുള്ള കേസാണല്ലേ? അതെ. ഇയാളെ കണ്ടെത്തുന്നതും എന്റെ മുന്നിൽ എത്തിക്കുന്നതും എല്ലാം വളരെ രഹസ്യമായിരിക്കണം. ഇയാളെ അന്വേഷിച്ച് നടക്കുന്നത് മറ്റാരെങ്കിലും അറിഞ്ഞ ആദ്യം നീ വഴി ഞാൻ അകത്താവും. ഈ നാട്ടിൽ കാലുകുത്തുന്ന നിമിഷം എന്റെ ആളുകളുടെ കയ്യിൽ ഒതുങ്ങും അയാള്. പക്ഷേ അതിനൊക്കെ മുമ്പ് എനിക്ക് അയാളെ വേണം. വേണമെന്ന് പറഞ്ഞാ വേണം.
നിർത്തണേ. സാർ പ്ലീസ്. സാറേ എന്നെ രക്ഷിക്കണം സാറേ. വാടാ പോവാം. എന്നെ രക്ഷിക്കണം സാറേ. രക്ഷിക്കാൻ തന്നെയാ വന്നേ. കേറിക്കോ. ഓ ഹലോ, മേഡം, ആ നന്ദനെ ഞങ്ങൾ കണ്ടു. പക്ഷേ ഏതോ ഒരാൾ വന്ന് അയാളെ കൊണ്ടുപോയി. ഏതോ ഒരാളോ? അതെ മേഡം. അയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല മേഡം. ആരായിരുന്നാലും നീയൊക്കെ തിരിഞ്ഞോടിയത് എന്തിനാ? ആ ഒരുത്തനെ പേടിച്ചിട്ടാണോ നീയൊക്കെ അയാളെ വിട്ടുകളഞ്ഞത്? അയാൾ ആരാണെന്ന് അറിയില്ലല്ലോ മേഡം. ഇനി വല്ല പോലീസോ മറ്റോ ആണെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്ക. അതുകൊണ്ടാണ് മേഡം. ആ കാർ എങ്ങോട്ടാ പോയതെന്ന് വെച്ചാ അതിന്റെ പുറകെ പോയി കണ്ടുപിടിക്കാൻ നോക്ക്. പോലീസല്ല പട്ടാളമായാലും അവന്റെ കയ്യിൽ നിന്ന് നന്ദനെ പിടിച്ചോണ്ട് വരണം. മനസ്സിലായോ? മനസ്സിലായി മേഡം. ഇയാൾക്ക് നല്ല മുറിവുണ്ടല്ലോ. ഇയാളുടെ കൂടെ വന്ന ആളവിടെ പോയി. ഡോക്ടർ അയാളെ പുറത്ത് നിൽക്കുക. ആണോ? ഞാൻ അയാളെ ഒന്ന് കണ്ടിട്ട് വരാം. സിസ്റ്റർ ഒന്ന് നോക്കിക്കോ. നിങ്ങളുടെ ആരാ പേഷ്യന്റ്? ഞാനൊരു ബന്ധുവാ. ഇയാൾക്ക് ഇത് എന്ത് പറ്റിയതാണ്? ദേഹം മുഴുവൻ മുറിവുകളും ചതഞ്ഞ പാടുകളുമാണല്ലോ. പിന്നെ ഇപ്പോഴും ജീവനോടുള്ളത് തന്നെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ സജ്ജീകരണമുള്ള മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇയാളെ മാറ്റണം. വേഗം ഒരു ആംബുലൻസ് വിളിക്കുക. അയ്യോ ഡോക്ടർ, മുറിവുകൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും മരുന്നുകൾ കൊടുത്താൽ മതി. വലിയ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ചെറിയ ക്ലിനിക്കാണ്. കയ്യിലോ കാലിലോ ഫ്രാക്ചർ ഉണ്ടോ എന്ന് സംശയമുണ്ട്. എക്സ്റേ സൗകര്യമൊന്നും ഇവിടെ ഇല്ല. ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ പോലീസിനെ അറിയിക്കേണ്ടതാണ്. അയ്യോ, പോലീസിനെ ഒന്നും അറിയിക്കണ്ട. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതാ നല്ലത്. ആംബുലൻസ് വിളിക്കട്ടെ? വേണ്ട ഡോക്ടർ, ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയിക്കോളാം. അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ശരി ഡോക്ടർ, ഞാൻ ആംബുലൻസ് വിളിക്കാം. ആ, ഇയാളെ പേരെന്താന്നാ പറഞ്ഞത്? സതീഷ് എന്നാ. അച്ഛാ, കഴിക്കാൻ കുറച്ച് കഴിയട്ടെ മോളെ. മനസ്സൊട്ടും ശരിയല്ല. സന്ധ്യമോളുടെ കാര്യം ആലോചിക്കുമായിരുന്നു ഞാൻ. അവളെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ അവസ്ഥയിൽ സന്ധ്യ ഡോക്ടർ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ഓർമ്മയിൽ അവിടെ തന്നെ കഴിയാനാവും സന്ധ്യ ഡോക്ടറുടെ തീരുമാനവും ആഗ്രഹവും. അതാ എൻ്റെ പേടിയും. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നോർത്ത് അവൾക്ക് ദുർബുദ്ധി വല്ലതും തോന്നിയാലോ എന്നാ എൻ്റെ പേടി. അങ്ങനെ അച്ഛൻ പേടിക്കണ്ട. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള മനോബലം സന്ധ്യ ഡോക്ടർക്കുണ്ട്. അതുറപ്പാ. അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ചില സമയത്ത് ഈശ്വരൻ ഇങ്ങനെയാ. അത്രയും പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കളയും. അവർ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കൂടുതൽ സന്തോഷത്തിൽ മനുഷ്യരെ അഹങ്കരിക്കാതിരിക്കാൻ. അതെല്ലാം
നമ്മൾ വിധിയായി കൂട്ടിക്കെട്ടുമെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് അതൊരു തീരാ വേദനയായിരിക്കും. ആ വേദന നന്നായി അറിയാവുന്നവനാ ഈ അച്ഛൻ. എൻ്റെ മൂത്ത മകൻ നന്ദന്റെ കാര്യത്തിൽ അതെല്ലാം പഴങ്കഥകളുടെ കൂട്ടത്തിൽ ചേർത്ത് മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. എത്ര ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോകില്ല എന്ന ബോധ്യത്തോടെ തന്നെ. മോള് വയ്ക്കോ, ഞാൻ കുറച്ചു നേരം ഒന്നൊറ്റയ്ക്കിരിക്കട്ടെ. അച്ഛൻ വന്നോളാം. നോക്കി നടക്കണ്ടേ അർച്ചനെ? നടക്കുന്ന വഴിയിലൊക്കെ തടസ്സമുണ്ടോന്ന് നോക്കണ്ടേ? അതിന് ആദ്യം തറയെ നോക്കി വേണം നടക്കാൻ. നമ്മുടെ പോക്കിന് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ദേ, ഇപ്പൊ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ മൂക്കും കുത്തി വീണേനെ. അങ്ങനെ ഒരു ഉറപ്പോടെ മുന്നോട്ട് നടന്നാലും ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള തടസ്സങ്ങളിൽ ചിലപ്പോൾ വീണു പോയെന്ന് വരും. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടക്കും അർച്ചന. പക്ഷേ തള്ളിയിടുന്നവർ തന്നെ കൈത്താങ്ങാവുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ആവില്ല. മൂക്കൂത്തി വീഴുന്നതിന് മുമ്പ് അതെല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം. അതിനെ ഞാനൊരു സൂത്രം പറയാം. വേഗതയെ അല്പം കുറച്ചാ മതി. അപ്പോ മുന്നിലുള്ളതൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇത്ര വെപ്രാളം? പതുക്കെ മതിയല്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ ഏട്ടത്തി എനിക്കൊന്ന് വലിയൊരു ഉപദേശമല്ലേ ഇത്? എങ്ങനെ കേൾക്കാതിരിക്കുന്നത്? ഇനിയും ഇതുപോലുള്ള മഹത്വചനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ചവിട്ടി വീഴ്ത്താനും കാത്തു നിൽക്കുക വേണം. ഡ്രസ്സൊക്കെ പഴയതാ, എന്നാലും തനിക്ക് ഭാഗമായിട്ടുണ്ട്. വേണ്ട സാർ, ഞാൻ കഴിക്കാറില്ല. അത് കൊള്ളാലോ. ഇപ്പോഴത്തെ കാലത്ത് ലഹരിയൊന്നും വേണ്ട എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. ചുരുക്കമെന്നല്ല പറയേണ്ടത്, അത്ഭുതം എന്ന് തന്നെ വേണം പറയാൻ. നന്ദൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ തൻ്റെ ഈ തിരോധാന കഥ എത്ര പേർ ഇതുപോലെ വിശ്വസിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുപോലുള്ള ധാരാളം കഥകൾ വായിച്ചും സിനിമകൾ കണ്ടും മനസ്സിലാക്കിയെന്നല്ലാതെ എൻ്റെ മുന്നിൽ വന്ന് ഒരാൾ അയാളുടെ ജീവിതാനുഭവങ്ങൾ പറയുന്നത് ഇതാദ്യമായിട്ടാണ്. കുറേ വർഷം പുറംലോകം കാണാതെ മറ്റൊരാളുടെ തടവിൽ. കേൾക്കുമ്പോൾ അത്ഭുതമാണോ കൗതുകമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ ഇത്തിരി പ്രയാസം. എന്നെ അതിലും അത്ഭുതപ്പെടുത്തിയത് തന്നെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അതിന്റെ പിന്നിൽ ആരാണെന്ന് തനിക്കറിയാത്തതാ. തനിക്കറിയണമെന്നില്ലേ തന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തിയത് ആരാണെന്ന്? അറിയണമെന്നില്ല സാർ. ഇപ്പൊ എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും കാണണമെന്നുള്ളത് മാത്രമാണ്. അവരെ കണ്ണും മനസ്സും നിറച്ച് കാണണം ആദ്യം എനിക്ക്. അതിനുശേഷമാണ് എനിക്ക് പ്രതികാരത്തിനുള്ള സമയം. ഇത്രയും വർഷം തടങ്കൽ ശിക്ഷ വിധിച്ച് എന്നെ ശിക്ഷിച്ചവരെ വെട്ടിനുറുക്കിയിട്ട് നിയമത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങും. വീണ്ടും തടങ്കൽ ശിക്ഷ ഞാൻ ചോദിച്ചു വാങ്ങും. നന്ദന്റെ രോഷം എനിക്ക് മനസ്സിലാകും. അറിയാനുള്ള ആകാംക്ഷയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നന്ദൻ വിവാഹം കഴിച്ചതല്ലേ?
ചോദിച്ചത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല സാർ. എനിക്ക് അച്ഛനും സഹോദരങ്ങളും മാത്രമേ ഉള്ളൂ. അല്ല സാറ് പേരാണ് ചോദിച്ചെങ്കിൽ എൻ്റെ പേര് ഹരിഹരൻ എന്ന. ജോലിയാണെങ്കിൽ ഒരു പ്ലാന്ററാ. കുറച്ച് കാപ്പിയും കുരുമുളകും എല്ലാം ഉണ്ട്. ഇത് എൻ്റെ തന്നെ വീടാ. ഒരാൾ കുറച്ച് ക്യാഷ് തരാനുണ്ടായിരുന്നു. തരാനില്ലാത്തതുകൊണ്ട് ഇതിങ്ങ് എഴുതി തന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും. കുടുംബമൊക്കെ അങ്ങ് തിരുവല്ലയില. അതൊക്കെ സാവധാനം പറയാം. താൻ എന്താ ഏതാന്ന് അറിയാത്തത് കൊണ്ടാ തന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് പോകണം സാർ. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. അതൊക്കെ ശരി. തന്റെ കഥ കേട്ടതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയാം. താനിപ്പോ ഈ കണ്ടീഷനിൽ അവിടേക്ക് കയറി പോകണ്ട. താൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തവണ രക്ഷപ്പെട്ട് അവരുടെ കയ്യിൽ തന്നെ അകപ്പെട്ട കാര്യം. അതുപോലെ ഇനി ഉണ്ടാകരുത്. എന്തായാലും അവരത്ര നിസ്സാരക്കാരല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ നാട്ടിൽ മുഴുവൻ തനിക്ക് വേണ്ടി ഇതിനോടകം തന്നെ ബലവിരിച്ചു കാണും. അതുകൊണ്ട് നന്നായി ആലോചിച്ച് ഓരോന്ന് ചെയ്യാവും. എടുത്തു ചാടി വീണ്ടും അകപ്പെട്ട ഇനി ഇതുപോലെ രക്ഷപ്പെടാനാവില്ലെന്ന് വരും. എനിക്കറിയാം സാർ. ഇനി അവർക്ക് എന്നെ കൈ കിട്ടിയ അന്ന് എൻ്റെ മരണമാണ്. എന്നെ കൊല്ലുന്നതിന് മുമ്പ് എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കണം. നന്ദന്റെ അച്ഛനും സഹോദരങ്ങളുമൊക്കെ നാട്ടില ബിസിനസ്സാ. എനിക്കും അത് തന്നെയായിരുന്നു. അപ്പൊ ശത്രു ആരാണെന്നറിയാൻ പാടാകും. ശത്രുക്കൾ ഏറ്റവും കൂടുതലുള്ളത് ബിസിനസ്സുകാർക്കാണല്ലോ. എന്തായാലും നന്ദനൊന്ന് വിശ്രമിക്കുക. നന്നായിട്ട് ഉറങ്ങ്. ബാക്കിയെല്ലാം സാവധാനം നമുക്ക് ശരിയാക്കാം. ഗുഡ് നൈറ്റ്. രാജാവ് വന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. മനുഷ്യന് വിശന്നിട്ട് കണ്ണിൽ ഇരുട്ട് കയറുക. എടുത്തു വല്ലതും പറഞ്ഞിരുന്നോ? ആ, ഞാനൊന്നും പറഞ്ഞില്ല. അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു. അമ്പിളിയോടെ പോയി മോളെ. അമ്പിളി ചേച്ചിക്ക് നേരത്തെ പോയിട്ട് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. അല്ല, അനക്കയ്ക്ക് മുറിയിൽ ജ്യൂസ് കൊടുത്തില്ലേ? കൊടുത്തു. സന്ദീപ് നേരത്തെ കഴിച്ചു. ആ, അർച്ചന വരുന്നവരെ അവന്തിക ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ അവന്തിക അടുക്കളയിലേക്ക് എത്തി നോക്കുന്നു പോലും ഇല്ലല്ലേ? അർച്ചന വന്നതുകൊണ്ട് അവന്തിക ഫ്രീ ആയി. ശരിക്കും ഞാൻ ആ തിരക്ക് ആസ്വദിച്ച് വരുന്ന സമയത്താ അർച്ചന വന്നത്. അമ്പിളി ജോലിക്കായി ഉണ്ട്. അർച്ചന എപ്പോഴും അടുക്കളയിൽ തന്നെയാ. ഒരു വീട്ടിലെന്തിനാ 3 ജോലിക്കാരികളെന്ന് കരുതി. അതെ മേഡം, മേഡത്തിനും ഇടയ്ക്ക് അടുക്കളയിൽ കയറി സഹായിക്കാം കേട്ടോ. കയറി ചെല്ലുന്ന വീട്ടില് ഇതിനൊന്നും ആളില്ലെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടതാ. എനിക്ക് കൂടുണ്ടാക്കാനൊക്കെ അറിയാം. എന്തുണ്ടാക്കാൻ അറിയാം? നൂഡിൽസ്. ഞാൻ പല പല രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കും. കഞ്ഞി വെക്കാൻ അറിയോന്നാ ചോദിക്കുന്നേ? ആ, അതൊക്കെ അറിയാം. എങ്കി പറഞ്ഞേ, നമുക്ക് ഇത്രയും പേർക്ക് നീ എത്ര നാഴി അരിയിടും? 5 ആവനാഴി ഇടും. ആവനാഴിയോ? അപ്പൊ നീ അടുക്കള കേറാത്ത തന്നെ നല്ലത്. അല്ല, ഇനിയെങ്കിലും നമുക്ക് വല്ലതും കഴിച്ചാലോ? അയ്യോ, ഞാനത് മറന്നു. ഞാൻ കൂടെ സഹായിക്കട്ടെ? താൻ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. പറയുന്ന പോലെ ഇവിടെ ഇരുന്ന് കഴിച്ചാലൊന്നും അർച്ചനയ്ക്ക് തൃപ്തിയാവില്ല. അടുക്കളയിൽ ഇരുന്ന് കഴിച്ചാലേ അർച്ചനയുടെ വയറ് നിറയൂ.
അതാണ് അർച്ചനയുടെ ശീലം എന്ന് പറയായിരുന്നു. ആ അർച്ചന, നിനക്ക് വിഷമൊന്നും ആയില്ലല്ലോ? ഏയ്, എടുത്തി പറഞ്ഞത് ശരി തന്നെയാ. എനിക്ക് ഇതുപോലെ വലിയ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ മടിയുള്ള ഒരാളാ. അടുക്കളയിലാകുമ്പോൾ ഈ പറയുന്ന ടേബിൾ മാനേഴ്സ് ഒന്നും നോക്കണ്ടല്ലോ. അതും മോള് പറഞ്ഞത് ശരിയാ. ഞങ്ങൾ പണ്ട് വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. തുടങ്ങി.